ഹായ്, ഞാൻ നന്ദന. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് CST 307 CS-ൻ്റെ ഒരു സബ്ജക്റ്റാണ് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. K2-ൻ്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. MBMC സബ്ജക്റ്റാണ്. ഇതിൽ ഫുൾ ആർക്കിടെക്ചേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ആർക്കിടെക്ചേഴ്സിൽ വരുന്ന കുറേ കാര്യങ്ങളും, മൈക്രോ പ്രോസസ്സേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണും, അവരുടേതായിട്ടുള്ള അഡ്രസ്സിങ് മോഡ്സ് കാണും. അങ്ങനെ കുറച്ച് അഡ്രസ്സിങ് മോഡ്സും അതിൻ്റെതായിട്ടുള്ള ആർക്കിടെക്ചേഴ്സും ആണ് നമ്മൾ MBMCയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും പറയും കുറച്ച് ടഫാണ്, കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫാണെങ്കിൽ പോലും നമുക്ക് പറ്റും. അതങ്ങനെയാണ്, നമുക്ക് പറ്റും, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമുക്ക് കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മേ ബി അതായിരിക്കും. കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കുറേ ആർക്കിടെക്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ആർക്കിടെക്ചേഴ്സ് എന്തായാലും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ പാസ്സാവാനായിട്ട് ആർക്കിടെക്ചേഴ്സ് തന്നെ പഠിച്ചാൽ നമ്മൾ പാസ്സാവും. ആർക്കിടെക്ചേഴ്സ് അതിൻ്റെ സിഗ്നൽസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് പാസ്സാവാനുള്ള പാസ് മാർക്ക് കിട്ടും. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജും അതൊക്കെ തന്നെയാണ്, കാരണം കുറേ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റും, കാരണം മനസ്സിലാക്കി എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഡയഗ്രാം പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല, പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസ് നമുക്കൊന്ന് ഇൻട്രോ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് CST 307 ആണ്. CS-ൻ്റെ സബ്ജക്റ്റ് ആണ്. EC-ക്കും ഉണ്ട് ഇത്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ സിലബസ് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. അപ്പം നമുക്കൊരു ബേസിക് ഇൻട്രോ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സേഴ്സും മൈക്രോ കൺട്രോളേഴ്സും എന്താണ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ബേസിക് ഒരു ഇൻട്രോ ഞാൻ തരാം. മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഡയോഡ്സും റെസിസ്റ്റേഴ്സും ട്രാൻസിസ്റ്ററും ഇതെല്ലാം കൂടി ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ചിപ്പിൽ വെക്കും. അങ്ങനത്തെ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷെ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ആ ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ CPU-യും മെമ്മറിയും IO ഡിവൈസസും അതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു സിംഗിൾ ചിപ്പായിരിക്കും മൈക്രോ കൺട്രോളേഴ്സിൽ. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെമ്മറി ഔട്ട്സൈഡ് ദ മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് മെമ്മറി ഉണ്ടായിരിക്കില്ല, വെളിയിലായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ ബസ്സസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, നമുക്ക് ഡേറ്റാസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സസിൽ നമ്മൾ എന്താണ് ബസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രോ എന്താണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു തന്നെയാണ്. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം, ഒരു മൈക്രോ പ്രോസസ്സറിൽ ഒരു സിംഗിൾ ചിപ്പിലാണ് ഉള്ളത്. ആ സിംഗിൾ ചിപ്പിനകത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കുറേ കാര്യങ്ങൾ. ഈ മൈക്രോ പ്രോസസ്സേഴ്സ് ഒക്കെ നമുക്ക് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സേഴ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. പക്ഷെ മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ മെമ്മറിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യത്തെ 4 മോഡ്യൂളുകളും നമ്മൾ പറയുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ ആർക്കിടെക്ചേഴ്സ് ആണ് നമ്മൾ ഒരു 4 മോഡ്യൂളിൽ പറയുന്നത്. ലാസ്റ്റ് മോഡ്യൂളിൽ മാത്രമാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിലോട്ട് കയറുക. ഓക്കെ, അപ്പോൾ ബേസിക് ആർക്കിടെക്ചർ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ്. അതിലെ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സറാണ് 8085. അപ്പം അതിൻ്റെ ആർക്കിടെക്ചറാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. 8085ൻ്റെ ആർക്കിടെക്ചർ, അതൊരു 8-bit മൈക്രോ പ്രോസസ്സറാണ് 8085 എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആർക്കിടെക്ചർ മാത്രം മതി എന്നാണ് സിലബസിൽ പറയുന്നത്. ബേസിക് ആർക്കിടെക്ചർ ഉള്ളു. കാരണം ഓരോ ആർക്കിടെക്ചറിനും അതിൻ്റെതായിട്ടുള്ള പിൻ ഡയഗ്രാംസ് ഉണ്ട്, സിഗ്നൽസ് ഉണ്ട്, അതിൻ്റെ അഡ്രസ്സിംഗ് മോഡ്സ് കാണും, ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണും, അങ്ങനെ പലതുണ്ട്. അഡ്രസ്സിംഗ് മോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുക, ആഡ് A, B. അപ്പോൾ അതിനകത്ത് ഓപ്പറാൻസ് ഒക്കെ ഇല്ലേ? ഓപ്പറാൻസ് എന്ന് പറയുന്നത് ആഡ് A, B എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറാൻസ് എന്ന് പറയുന്നത് A-യും B-യും ആണ്. അപ്പോൾ ഈ A-യും B-യും ഇവരെയാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറാൻസിനെ എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഒരു രജിസ്റ്ററിൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഹൗ വി സ്പെസിഫൈ ദീസ് ഓപ്പറാൻസ്. അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ആർക്കിടെക്ചേഴ്സിനും അതിൻ്റെതായിട്ടുള്ള അഡ്രസ്സിംഗ് മോഡ്സും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് എന്ത് പഠിച്ചാൽ മതി, അതിൻ്റെ ആർക്കിടെക്ചർ മാത്രം പഠിച്ചാൽ മതി. അഡ്രസ്സിംഗ് മോഡ്സിലോട്ടൊന്നും പോകണ്ടെന്ന് സിലബസിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റും കാണും കേട്ടോ. ഓരോ ആർക്കിടെക്ചേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണും, അല്ലെങ്കിൽ ബേസിക്കലി അല്ലെങ്കിൽ നോർമലി ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് കാണും. ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് ആണ്. നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ നമുക്ക് അവിടെ അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആണ് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് കാണും. അതിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം 8085ന്റെ മൈക്രോ പ്രോസസ്സർ
മാത്രം മതി, ആർക്കിടെക്ചർ മാത്രം മതി. അടുത്തത് 8086 മൈക്രോ പ്രോസസ്സർ ഉണ്ട്. അതിനകത്ത് ആർക്കിടെക്ചറും അതിന്റെ സിഗ്നൽസും വേണം. ഓക്കെ, സിഗ്നൽസ് ഇപ്പം ഡയറക്ട്ലി ചിലപ്പോൾ 3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ സിഗ്നൽസ് ചിലത് തരും, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ആർക്കിടെക്ചർ ഒക്കെ 8 മാർക്സ് മോഡ്യൂൾ പാർട്ട് ബിയിലായിരിക്കും നമുക്കത് ചോദിക്കുക. ആർക്കിടെക്ചർ ആയിട്ട് ഡയറക്ട്ലി എഴുതാനൊക്കെ ചോദിക്കുന്നത് പാർട്ട് ബിയിലായിരിക്കും. പാർട്ട് എയിൽ ഈ സിഗ്നൽസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. അതാണ്. പിന്നെ പഠിക്കാനുള്ള ഒരു ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ. മെമ്മറി ഉണ്ട്, നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ മൈക്രോ പ്രോസസ്സേഴ്സ് കാണും, മെമ്മറി കാണും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഉണ്ട്. ആ മെമ്മറിയുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, നമുക്ക് സ്റ്റാക്ക് മെമ്മറി അങ്ങനത്തെ കാര്യമൊക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം അതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ എടുക്കുക, ഫെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നോക്കേണ്ടത്. പിന്നെ മിനിമം ആൻഡ് മാക്സിമം മോഡ് ഓഫ് 8086 സിസ്റ്റം ആൻഡ് ടൈമിങ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മിനിമം ആൻഡ് മാക്സിമം മോഡ്. ഏത് ക്വസ്റ്റ്യൻസ് എടുത്താലും നമുക്ക് കാണാം, എന്തായാലും അതിന്റെ പാർട്ട് ബിയിൽ അല്ലെങ്കിൽ പാർട്ട് എയിൽ ചോദിച്ചാലേ പോലും പാർട്ട് ബിയിൽ ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിനിമം ആൻഡ് മാക്സിമം മോഡ്. ഓക്കെ, അത് ചോദിക്കാറുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. പിന്നെ ഉള്ളത് കമ്പാരിസൺ ഓഫ് 8086 ആൻഡ് 8088 ആണ്. നമ്മൾ പഠിക്കുന്ന രണ്ട് ആർക്കിടെക്ചർ 8085ഉം 8086ഉം ആണെങ്കിലും കമ്പയർ ചെയ്യുന്നത് നമ്മൾ 8086നെയും 8088നെയാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ഷെ കണ്ടിട്ടുണ്ട് ഞാൻ 8085ഉം 8086ഉം തമ്മിലുള്ള കമ്പാരിസണും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അവര് സിലബസിൽ 8086 8088 തന്നാൽ പോലും നമ്മൾ 8085 പഠിക്കുന്നുണ്ട്. അപ്പം 8085ഉം 8086ഉം പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് കമ്പയർ ചെയ്യാനായിട്ട് ചോദിച്ചാൽ നമ്മൾ ആ പഠിക്കുന്നതിൽ തന്നെ എഴുതാൻ പറ്റും 8085ഉം 8086ഉം തമ്മിലുള്ള കമ്പാരിസൺ. പിന്നെ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് മെഷീൻ ലാംഗ്വേജിന്റെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ട്. ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റിലും നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളത് മൂവ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, സബ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിനും ഡേറ്റ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനുള്ള എല്ലാത്തിനും ഓരോ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ട്. അപ്പം അതും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. കുഞ്ഞിതാണ്, പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുണ്ടെങ്കിൽ പോലും സിലബസ് വൈസ് അത് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് തീരും, നല്ലതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. കാരണം ഇനി വരുന്നതിനകത്ത് ചില അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അത് ഡയറക്ട്ലി ചിലപ്പോഴൊന്നും ചോദിക്കില്ല, അത് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് വേണം എഴുതാൻ ചിലതൊക്കെ. പക്ഷേ ഈ മോഡ്യൂളിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. ഈ രണ്ട് ആർക്കിടെക്ചറും ഈ മിനിമം മോഡും മാക്സിമം മോഡും തന്നെ പഠിച്ചാൽ പോലും നമുക്ക് കിട്ടും. ആ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷനൊക്കെ വേണമെങ്കിൽ പാർട്ട് എയിൽ 3 മാർക്കിനൊക്കെ ചോദിക്കും. അങ്ങനെ അത് പഠിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ 1-ലെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് പൈപ്പ്ലൈൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഹൗ ഈസ് ഇറ്റ് ഇംപ്ലിമെന്റഡ് ഇൻ 8086? 8086-ൽ പൈപ്പ്ലൈൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിക്കുമ്പോൾ 8086 പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓരോ മോഡ്യൂൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതെന്താണ്, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസർ കൂടെ നമുക്ക് അപ്പോൾ കിട്ടും. പക്ഷെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്, നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസേഴ്സ് നമുക്ക് എന്തായാലും അറിയാൻ പോകുന്നില്ല. അപ്പം ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന മോഡ്യൂളിൽ നിന്ന് വരുന്നതെന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഞാനത് പഠിപ്പിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ആ പാർട്ടിൽ നിന്ന് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ പൈപ്പ്ലൈൻഡ് ആർക്കിടെക്ചറും അതെങ്ങനെയാണ് നമ്മൾ 8086-ൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നുള്ളതുണ്ട്. രണ്ടാമത്തത് കമ്പയർ ദ ആർക്കിടെക്ചറൽ ആൻഡ് സിഗ്നൽ ഡിഫറൻസ് ബിറ്റ്വീൻ 8086 ആൻഡ് 8088. സിലബസിലുള്ള അതേ ഡയറക്റ്റ് സാധനമാണ് ചോദിച്ചേക്കുന്നത്. കമ്പാരിസൺ 8086-നെയും 8088-ഉം എന്ത് വെച്ച് കമ്പയർ ചെയ്യണം? ആർക്കിടെക്ചറലായിട്ടും അവരുടെ സിഗ്നൽസും വെച്ചിട്ട് വേണം അത് കമ്പയർ ചെയ്യാനായിട്ട്. ആ ഒരു ഇത് ആണ് അവിടുന്ന് ചോദിച്ചേക്കുന്നത് പാർട്ട് എയിൽ. പാർട്ട് ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8086. 8086-ന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് ആർക്കിടെക്ചർ ആണ്.
സിമ്പിൾ ആണ്, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും മോഡ്യൂൾ 1 ഡയറക്റ്റ്. രണ്ടാമത്തെ വിത്ത് നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ റീഡ് ആൻഡ് റൈറ്റ് സൈക്കിൾ ടൈമിംഗ് ഡയഗ്രാം ഓഫ് 8086 ഇൻ മിനിമം മോഡ്. ഞാൻ പറഞ്ഞില്ലേ മിനിമം മോഡും മാക്സിമം മോഡും ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പാർട്ട് ബിയിൽ ചോദിക്കുന്ന ഒരു റെപ്പറ്റേറ്റീവായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ആ മിനിമം മോഡിൽ റീഡും റൈറ്റ് സൈക്കിളും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ആ മോഡ്യൂൾ 1 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം മോഡ്യൂൾ 1 ചോദിച്ചിരിക്കുന്ന പാർട്ടിയെല്ലാം ഇതിപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും സോൾവ് ചെയ്യാം. അതിനകത്ത് ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് എന്നെങ്കിലും എന്തായാലും പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ മോഡ്യൂൾ 1 ഇനി നമുക്ക് മോഡ്യൂൾ 2 പോവാം. മോഡ്യൂൾ 2 സിലബസിലുള്ളത് അഡ്രസ്സിംഗ് മോഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഞാൻ പറഞ്ഞു അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പറാൻസിനെ എങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്ന് പറയുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്സ്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മൾ ഇന്റർഫേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഓക്കെ, അതാണ് നമ്മൾ മോഡ്യൂൾ 2 മൊത്തം പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിച്ച ആർക്കിടെക്ചറിന്റെ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8086 ആർക്കിടെക്ചർ നമ്മൾ മോഡ്യൂൾ 1 പഠിക്കുന്നുണ്ട്. അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ആദ്യം പഠിക്കുന്നത്. കുറേ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ്, പിന്നെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ്, അങ്ങനെ കുറച്ച് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഒരു 3-4-5-6 അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസിലും ചോദിക്കാറുണ്ട് കേട്ടോ, ഡിഫറെന്റ് ടൈപ്സ്. ചിലപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. എക്സ്പ്ലെയിൻ ചെയ്യുക ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്താണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്താണ് എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ള സാധനമാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് ആണ്, നമ്മൾ എങ്ങനെ ഇന്റർഫേസ് ചെയ്യുന്നു എന്നുള്ള സാധനമാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ചോദിച്ചാൽ ഡേറ്റ കോപ്പി ഓർ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അർത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്, അൺകണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്, ഫ്ലാഗ് മാനിപ്പുലേഷൻ ആൻഡ് പ്രോസസർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേറ്റയെ നമ്മൾ എങ്ങനെ കോപ്പി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിനെ പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. രണ്ടാമത് നമുക്ക് അർത്തമെറ്റിക്, നമ്മുടെ മാത്തമാറ്റിക്കലിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം, നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എക്സോർ, ഓർ, അങ്ങനെ ആൻഡ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേറെ സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്, സ്ട്രിങ്സിനെ നമുക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള, എന്ന് വെച്ചാൽ റിവേഴ്സ് ഓർഡർ ആക്കാം, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്കറിയാം, കണ്ടീഷണൽസ്, അൺകണ്ടീഷണൽ, ബ്രാഞ്ച് ഒക്കെ ഉള്ള ആ ഒരു ബ്രാഞ്ച്, ഈഫ്, എൽസ്, അങ്ങനത്തെ ഒക്കെ കുറെ സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അൺകണ്ടീഷണലും കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഫ്ലാഗ് മാനിപ്പുലേഷൻസ് ഉണ്ട്. ഫ്ലാഗ് എന്ന് പറയുമ്പോൾ കുറെ ഫ്ലാഗ്സ് ഉണ്ട്. സീറോ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, പിന്നെ ഓക്സിലറി ഫ്ലാഗ്, അങ്ങനെ കുറെ ഉണ്ട്. ക്യാരി ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഫ്ലാഗിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ പഠിക്കാൻ പോകുന്നത്. ആ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഇത്രയും പഠിക്കുമ്പോഴത്തേക്കിന് ആ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഹാഫ് ഓഫ് ദ മോഡ്യൂൾ അല്ല, മുക്കാലും നമ്മൾ തീർക്കും ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് മാത്രം പഠിക്കുമ്പോൾ. പിന്നീടുള്ളത് അസംബ്ലർ ഡയറക്ടറീസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അതും നമുക്ക് പഠിക്കാം, വലിയ സീനൊന്നുമില്ല, പറ്റും. പിന്നെയുള്ളത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് വിത്ത് 8086. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പ്രോഗ്രാം ആണല്ലോ, ഒരിക്കലും റിപ്പീറ്റീവ് ചോദിച്ചാൽ ഭാഗ്യം. അതല്ല പോലും നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു മെത്തേഡ് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാർക്ക് അതിൽ നിന്ന് എന്തായാലും കിട്ടും. എന്തെങ്കിലും ഒരു ഫോർമാറ്റെങ്കിലും എഴുതി വെച്ചാൽ കുറച്ച് മാർക്ക് കിട്ടും. നമുക്ക് പാസ് മാർക്ക് എന്തായാലും കിട്ടും. കിട്ടാനുള്ളത് എന്തായാലും സബ്ജക്റ്റ് നമ്മൾ പാസ്സാവും, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പഠിപ്പിക്കും, മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്തായാലും നോക്കും. ഓക്കെ, ഒരു കാര്യം നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൽ പ്രോഗ്രാമിംഗ് ഉണ്ട് കേട്ടോ. 8086 അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ സാധനം ഉണ്ട്.
അപ്പൊ ഇതാണ് ആ മോഡ്യൂൾ 2-ലുള്ളത്. ബേസിക്കലി ഒന്നുമില്ല, ഇതിനകത്താകുള്ളത് എന്താ, അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു മോഡ്യൂളിൽ ചോദിച്ചിട്ടുള്ളത്, അപ്പം ഞാൻ പറഞ്ഞു അസംബിൾ പ്രോഗ്രാമിംഗ് ഉണ്ടല്ലേ, പ്രോഗ്രാമിംഗിൽ ഡിഫറെൻറ്റ് നമുക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് ആഡ് ചെയ്യാൻ, ആഡൊക്കെ ബേസിക് ആണ്, ആഡ് എന്താണ് സമേഷനൊക്കെ ബേസിക് സാധനമാണ്. ചോദിക്കുന്നത് ഒന്നെങ്കിൽ റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഈവനും ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു അറേ തന്നിട്ട് അതിന്റെ ലാർജസ്റ്റ് നമ്പർ ഏതാ, സ്മോളസ്റ്റ് നമ്പർ ഏതാ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ബേസിക്കലി ചോദിക്കുക. കുറച്ച് ഹൈടെക് സാധനങ്ങളാണ് ചോദിക്കാറുള്ളത്. കുഴപ്പമില്ല, നമുക്കൊരു ബേസ് പഠിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പറ്റുമെന്ന് വിശ്വസിച്ചാൽ മതി. പക്ഷെ എന്തെങ്കിലുമൊക്കെ എഴുതണം കേട്ടോ. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ ആൻഡ് സിഗ്നൽ ഡിഫറൻസ് ബിറ്റ്വീൻ 8086 ആൻഡ് 8088. ഇത് മറ്റേ മൊഡ്യൂളിലെ സാധനം തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ, റൈറ്റ് എനി 3 അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8086 വിത്ത് എക്സാമ്പിൾ ആൻഡ് റൈറ്റ് ദ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ ഇൻ ഈച്ച്. അത് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കുമ്പം നമ്മുടെ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ തുടക്കം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് 3 അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം 3 എണ്ണം എഴുതുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് അഡ്രസ്സിംഗ് മോഡ്സിന്റെ പേര് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. നമ്മുടെ കറന്റ്ലി ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ററപ്റ്റിന്റെ ഒക്കെ 2 സിഗ്നൽസ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും 3 മാർക്കിന് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ പാർട്ട് ബിയിലാണ് പ്രോഗ്രാമിംഗ് ചോദിക്കുന്നത്. അതിന്റെ പാർട്ട് ബിയിൽ പ്രോഗ്രാമിംഗ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഈ അഡ്രസ്സിംഗ് മോഡ്സും ഇൻസ്ട്രക്ഷൻ സെറ്റും ഒക്കെ നമുക്ക് പാർട്ട് എയിൽ ചോദിക്കും. പിന്നെയും ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്താണ് എക്സ്പ്ലെയിൻ അഡ്രസ്സിംഗ് മോഡ്സ് ഇൻ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ 8 മാർക്കിന് എഴുതാനുള്ള അഡ്രസ്സിംഗ് മോഡ്സ് കയ്യിലുണ്ട്. ഇൻസ്ട്രക്ഷൻ സെറ്റും കുറേ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഇത്രയും ഡേറ്റയുടെ എല്ലാം ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. അതും നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇൻ ഡീറ്റെയിൽസ് എന്ന് വല്ലതും ചോദിച്ചാൽ നല്ലതാണ്. പ്രോഗ്രാമിങ്ങിന് പകരം ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, എന്തായാലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ നോക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇവിടുത്തെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഫ്രം ആൻ അൺഓർഡേർഡ് അറേ ഓഫ് 16-bit numbers. Assume the array contains 15 numbers and the starting location as 2500H. Draw the flowchart for the program. അപ്പോൾ ഒരു ചോദിച്ചിരിക്കുന്നത് തന്നെ എന്താ, ഒരു അൺഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഓർഡേർഡ് ആയിട്ടുള്ള അറേ അല്ല, അൺഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേയാണ്. അതിൽ നിന്ന് ലാർജസ്റ്റും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടുപിടിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൂടെ വരയ്ക്കണം ഈ പ്രോഗ്രാമിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് ഡയഗ്രാമാറ്റിക് ആയിട്ട് വരയ്ക്കുന്ന സാധനം. അപ്പോൾ അവരല്ലാതെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അറേക്കകത്ത് 15 നമ്പേഴ്സ് ആണുള്ളതെന്നും അതിൻ്റെ സ്റ്റാർട്ടിങ് ലൊക്കേഷനും നമുക്ക് തന്നിട്ടുണ്ട്. അഡ്രസ് കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലാവില്ല നമുക്ക് ഒരു ലെവല്. രണ്ടാമത്തെ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ് ഫ്രം ആൻ അറേ ഓഫ് 16-bit numbers. Assume the array contains 20 numbers and the starting location is 5500H. Draw the flowchart for the program. അപ്പോൾ ഇതിൽ എത്ര നമ്പർ ഓഫ് ടോട്ടൽ എത്ര ഈവനും ഓഡ് നമ്പേഴ്സും ഉണ്ട് ഒരു അറേക്കകത്ത് എന്നുള്ളതാണ്. അതിനകത്ത് ടോട്ടൽ 20 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഈവനും എത്ര ഓടും ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനും തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഫ്ലോ ചാർട്ട് കൂടെ വരയ്ക്കാനാണ് പറയുന്നത്. അതാണ് അവിടെയുള്ള സാധനം. അപ്പൊ ഇതാണ് ബേസിക്കലി സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ചോദിക്കാം. അഡ്രസ്സിംഗ് മോഡ്സും ഇൻസ്ട്രക്ഷൻ സെറ്റും അവിടുത്തെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം മസ്റ്റ് ആണ്. പാർട്ട് ബിയിൽ എന്തായാലും ചോദിക്കും. അത് മസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ മോഡ്യൂൾ 2. ഇനി നമുക്ക് മോഡ്യൂൾ 3 വരാം. മോഡ്യൂൾ 3 സ്റ്റാക്ക് ആൻഡ് ഇൻറ്ററപ്റ്റ്സ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ CS പഠിക്കുന്നതാണ്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് DS കുറേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സ്റ്റാക്ക്, ക്യൂ അല്ലെങ്കിൽ ലിസ്റ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നത് സ്റ്റാക്കിനെ പറ്റിയാണ്. സ്റ്റാക്ക് ഒരു സ്ട്രക്ചറാണ്, ഡേറ്റ സ്ട്രക്ചറാണ്. അതിനകത്ത് 2 ഓപ്പറേഷൻസ് ആണുള്ളത്, പുഷ്, പോപ്പ്. അതൊക്കെ നമ്മൾ പറയുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്.
അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ഉള്ളത് സ്റ്റാക്ക് സ്ട്രക്ചർ ഓഫ് 8086. 8086 ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ആർക്കിടെക്ചർ പഠിച്ചു. സെക്കൻഡ് മോഡ്യൂളിൽ വരുമ്പോൾ അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സ് പഠിച്ചു. മൂന്നാമത്തെ മോഡ്യൂൾ വരുമ്പോൾ അതിന്റെ സ്റ്റാക്കിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിനകത്ത് വരുന്ന ഇന്ററപ്റ്റ്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ 8086ന്റെ സ്റ്റാക്കിന്റെ സ്ട്രക്ചർ എന്താന്ന് നോക്കുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമിംഗ് യൂസിങ് സ്റ്റാക്ക് വെച്ചിട്ടുള്ള പ്രോഗ്രാമിങ്. പിന്നെ ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമ്മളെ ഇന്ററപ്റ്റ് ചെയ്യുക. ഒരു നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷന്റെ ഇടയ്ക്ക് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്ന സാധനമുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. നോർമൽ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഡിസ്റ്റർബൻസ്, അതാണ് ഇന്ററപ്റ്റ്. ഒരു പെരിഫറൽ ഡിവൈസ് ചെയ്യുന്ന, പെരിഫറൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ചെയ്യുന്ന നമുക്കൊരു ഇന്ററപ്റ്റ് വരികയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ കറന്റ് ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഒരു ഇന്ററപ്റ്റ് കയറി വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം അവിടെ വെച്ച് നിർത്തിയിട്ട് ഈ ഇന്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും, ആ റിക്വസ്റ്റിലോട്ട് പോകും. അതിനെയാണ് ഇന്ററപ്റ്റ് സബ്റുട്ടീൻ എന്നൊക്കെ ISR എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോഡ്യൂളിൽ തന്നെ ആണെന്ന് തോന്നുന്നു, അത് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ററപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ്സ് വരുന്നുണ്ട്. അത് ചിലപ്പം അത് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുക ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഇന്ററപ്റ്റ്സ് തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് തിയറി പേപ്പർ ആണ്. തിയറി പ്ലസ് സം പ്രോഗ്രാമിങ്ങും കൂടി ഉണ്ട്. അസംബ്ലി ലാംഗ്വേജ് ആണ്, വലിയ പാടില്ല. ജാവയൊക്കെ വെച്ച് അത്രയും പ്രോഗ്രാമിംഗ് ഒന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൂടുതലും ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പം ആർക്കും കുഴപ്പമില്ല, പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ററപ്റ്റ്സ് ഉണ്ട്. അതിന്റെ ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ചോദിക്കുന്ന സാധനം കേട്ടോ. പിന്നെ ISR, ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിക്കുന്ന സംഭവമാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ISR ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഇന്ററപ്റ്റ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള സാധനമുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത ആർക്കിടെക്ചറിലോട്ട് പോവുകയാണ്, 8259. അതിനെ ഹാൻഡ്ലിംഗ് ഇന്ററപ്റ്റ്സ് പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ, അതാണ് 8259. 8259ന്റെ ആർക്കിടെക്ചറും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിലബസിൽ, ജസ്റ്റ് മെൻഷൻ ദ കൺട്രോൾ വേർഡ്, നോ നീഡ് ടു മെമ്മറൈസ് ദ കൺട്രോൾ വേർഡ്. കൺട്രോൾ വേർഡിനെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ഇന്ന കൺട്രോൾ വേർഡ്സ് ആണുള്ളത്, ഇതൊക്കെയാണ് ഇതിന്റെ കൺട്രോൾ വേർഡ്സ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട എന്ന് തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്റർഫേസിങ് മെമ്മറി വിത്ത് 8086. 8086 മെമ്മറി ഇന്റർഫേസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. മെമ്മറി ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തുണ്ട്, ഒരു മെമ്മറി ഉണ്ടാകും, ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കും. ഇവർ തമ്മിലൊക്കെ എങ്ങനെയാണ് ഇന്റർഫേസ് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടാവും. മൈക്രോ പ്രോസസ്സറും എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇന്റർഫേസ് ചെയ്യുന്നതെന്ന് ഉണ്ടാവും. അപ്പൊ ഇത് എങ്ങനെയാണ് മെമ്മറിയും 8086 തമ്മിലുള്ള ഇന്റർഫേസിങ് പഠിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു മോഡ്യൂളിൽ. ഈ മോഡ്യൂളിൽ ഫുൾ സ്റ്റാക്ക് ആൻഡ് ഇന്ററപ്റ്റ് ആണ് ഇതിലെ മെയിൻ സാധനം. ഡെഫിനറ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ററപ്റ്റ്സ്, ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ്സ്, ISR. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊന്നും പഠിച്ചില്ലെങ്കിൽ ആ മോഡ്യൂളിൽ നിന്ന് അത് പഠിക്കണം. അത് നമ്മൾ പഠിക്കും. നമ്മൾ ലാസ്റ്റിൽ ഒരു മാരത്തോൺ പോലെ എല്ലാ മോഡ്യൂളിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മളൊരു ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ സോൾവ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഓരോ മോഡ്യൂളും കഴിയുന്തോറും നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് പറയും. ഇത് ഇന്നതൊക്കെയാണ് വരുന്നത്, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സോൾവും ചെയ്യാം. ഓക്കെ, ഇതാണ് മോഡ്യൂൾ 3. അപ്പൊ ഈ മോഡ്യൂൾ 3യിൽ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് മോഡ്യൂൾ 3യിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന്. ഫസ്റ്റ് പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ആൻ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ, എക്സ്പ്ലെയിൻ ഇറ്റ് സ്ട്രക്ചർ ഇൻ 8086. IVT അത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഇന്ററപ്റ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ISR പഠിക്കുമ്പോൾ നമ്മൾ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ പഠിക്കും. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് വന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ 8086. ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റും ഹാർഡ്വെയർ ഇന്ററപ്റ്റും. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ് വരുന്നതാണ്. സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, മാസ്ക്ഡ് ഉണ്ട്, നോൺ മാസ്ക്ഡ് ഉണ്ട്, വെക്ടേർഡ് ഉണ്ട്, അങ്ങനെ കുറേ ഇന്ററപ്റ്റ്സ് ഉണ്ട്. അപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെ പേര് തന്നിട്ട് ഡീറ്റെയിൽ എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇന്ററപ്റ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
അടുത്ത പാർട്ട് ബിയിൽ എക്സ്പ്ലെയിൻ ദ ഇന്ററപ്റ്റ് സൈക്കിൾ ഓഫ് 8086. ഇന്ററപ്റ്റിനെ കുറിച്ച് തന്നെ. ഡിഫറൻഷിയേറ്റ് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്സ് ഇൻ 8086. കണ്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും എന്നുള്ള ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ററപ്റ്റ് കേട്ടോ. ആ ഒരു മോഡ്യൂൾ 3 ഭയങ്കര നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പോർഷനാണ് ഇന്ററപ്റ്റ്. അത് എളുപ്പമാണ്, തിയറിയാ ഇന്ററപ്റ്റ്സ്, അതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലാക്കി പഠിക്കാം. പാർട്ട് ബി ക്വസ്റ്റ്യനിൽ അതാണുള്ളത്. അടുത്തത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8259, അതിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈച്ച് ബ്ലോക്കിൻ്റെയും ഫങ്ഷൻസ് എഴുതാൻ. ആർക്കിടെക്ചേഴ്സ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ 2 പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ വന്നപ്പോൾ അതിനെ ബേസ് ചെയ്ത് അഡ്രസ്സിംഗ് മോഡും ഇൻസ്ട്രക്ഷൻ സെറ്റും പഠിക്കുന്നുണ്ട്. 3ാമത്തെ മോഡ്യൂൾ വരുമ്പോൾ ഒരു ആർക്കിടെക്ചർ കൂടെ പഠിക്കുന്നുണ്ട്. 4ാമത്തെ മോഡ്യൂൾ വരുമ്പോൾ 3 ആർക്കിടെക്ചേഴ്സ് പഠിക്കുന്നുണ്ട്. 3 ആർക്കിടെക്ചർ. അതോടെ മൈക്രോ പ്രോസസ്സർ തീരും. ദെൻ മൈക്രോ കൺട്രോളർ വരുമ്പോൾ ഒരു ആർക്കിടെക്ചർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്തോറും ആർക്കിടെക്ചർ ഇങ്ങനെ പഠിച്ച് പോകും. അപ്പോൾ കുറേ ആർക്കിടെക്ചർ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അയ്യോ അതെങ്ങനെ വരയ്ക്കണം, അതിന്റെ ബ്ലോക്ക് എന്താ, അതിന്റെ കമ്പോണൻസ് എന്താ എന്നൊക്കെ വരും. അപ്പോൾ ഈ പഠിക്കുന്ന ആ ഒരു ഓർഡറിൽ മനസ്സിലാക്കി വെച്ചാൽ നല്ല. അതേ നമ്മൾ ആർക്കിടെക്ചർ വരച്ച് ഒന്ന് തറവാക്കുക, ഒന്ന് ഇരുത്തം വന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആർക്കിടെക്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നത് നല്ല, ഓർത്തിരിക്കും. അല്ലാതെ എക്സാമിന്റെ തലേന്ന് പഠിക്കാനായിട്ട് MBMC വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ എന്നിരുന്ന് ആക്കണമെന്നല്ല, നമ്മൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേൾക്കുവാണെങ്കിൽ നമുക്ക് പറ്റും, അത് പഠിക്കാൻ പറ്റും. കാരണം നമുക്ക് സ്വന്തമായിട്ടെങ്കിലും എഴുതാനായിട്ട് പറ്റും. അല്ലാതെ മനസ്സിലാക്കാതിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല, തലേന്ന് എടുത്താലും ഒന്നും കാര്യമില്ല. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എടുക്കുന്നത് തലേന്നായിരിക്കും പഠിക്കാൻ, സ്വാഭാവികമാണ്. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും മനസ്സിലാക്കിയാൽ എഴുതാൻ എളുപ്പമാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ ഡയഗ്രാംസും ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കാൻ പറ്റും. ഇതും അങ്ങ് തീരും. ഓക്കെ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് എഴുതണ്ടേ. ഇതാണ് മോഡ്യൂൾ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി മോഡ്യൂൾ 4. മോഡ്യൂൾ 4 3 ആർക്കിടെക്ചേഴ്സാണ്. 8255 ആർക്കിടെക്ചർ, 8254 ആർക്കിടെക്ചർ, 8257 ആർക്കിടെക്ചർ. ഇത്രയുമാണ് നമുക്ക് ആ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് മോഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം, എക്സെപ്റ്റ് ആ ഒരു അസംബ്ലി ലാംഗ്വേജ്, ഒരു പ്രോഗ്രാമിംഗ് മാത്രം. അത് നമുക്ക് പലതായിരിക്കും അവർ ചോദിക്കുക. ബാക്കിയുള്ളതിലെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ ചോദിക്കാനുള്ളൂ, നമ്മൾ പഠിക്കുന്നതൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ. കൂടുതലൊന്നും അതിനകത്ത് വേറെ ഇൻഡയറക്ട്ലി ചോദിക്കാനായിട്ടൊന്നുമില്ല. ഒന്നെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന പേര് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായിരിക്കും ചോദിക്കാം. അപ്പൊ ഇതിൽ ഈ ആർക്കിടെക്ചേഴ്സ് ആണുള്ളത്. സോ ഫസ്റ്റ് നമുക്കുള്ളത് 8255 ആണ്. തന്നെയാണ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. അതിന്റെ ആർക്കിടെക്ചർ വേണം, അതിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ വേണം. അടുത്തതാണ് പ്രോഗ്രാമബിൾ ഇന്റർവൽ ടൈമർ 8254 ആർക്കിടെക്ചർ. അതിന്റെ ആർക്കിടെക്ചർ ഉണ്ട്, അതിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. മൂന്നാമത് വരുന്ന ആർക്കിടെക്ചറാണ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അതിൻ്റെയും ആർക്കിടെക്ചർ ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് മെൻഷൻ ദ കൺട്രോൾ വേർഡ്, നോ നീഡ് ടു മെമ്മറൈസ് ദ കൺട്രോൾ വേർഡ് ഓഫ് 8254 ആൻഡ് 8257. 8257 കൺട്രോൾ വേർഡ് ജസ്റ്റ് മെൻഷനെങ്കിലും ചെയ്യണം. 8254 8257 ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കൺട്രോൾ വേർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ പഠിക്കും, കുറേ സാധനമൊക്കെ ഉണ്ട്. അപ്പം അത് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി, ഇന്ന കൺട്രോൾ വേർഡ്സ് ഉണ്ടെന്ന്. അതാണ് അവരും പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ വേണ്ട അത്ര, നമുക്കതാണ് നല്ലത്. അപ്പോൾ അതാണ് മോഡ്യൂൾ 4 ചോദിക്കുന്നത്. ഓക്കെ, മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കൺട്രോൾ സിഗ്നൽസ് ഇൻ 8255 കൺട്രോൾ സിഗ്നൽസിന്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, റീഡ്, റൈറ്റ്, AM, AI, റീസെറ്റ്, CS. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് പറ്റും കേട്ടോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നതുകൊണ്ടാണ് അറിയാത്തത്. പക്ഷെ ഇതൊക്കെ ഇന്നതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ഇൻട്രോ തരാണ്, അത്രേ ഉള്ളൂ. രണ്ടാമത് നോക്കിയേ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷണൽ വേവ് ഫോം ഓഫ് 8254 ഇൻ മോഡ് 0 ഓപ്പറേഷൻ. മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെ മോഡ് 0 ഓപ്പറേഷനിലെ ഓപ്പറേഷണൽ വേവ് ഫോം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ.
അടുത്തത് പാർട്ട് ബിയിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് 8255. മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇന്റർണൽ ആർക്കിടെക്ചർ ഓഫ് 8257. 8257ന്റെ ആർക്കിടെക്ചർ. അപ്പം ബേസിക്കലി നമ്മൾ ഈ 5-6 ആർക്കിടെക്ചർ ഉണ്ട്. ഈ ആർക്കിടെക്ചർ തന്നെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ജയിക്കാനുള്ളത് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ കുറേ സിഗ്നൽസും അഡ്രസ്സിംഗ് മോഡ്സും മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂടെ പഠിച്ച് പോവാം. സീനില്ല, ജയിക്കാനുള്ളത് എന്തായാലും നല്ല മാർക്ക് വാങ്ങിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ളത്. ഇതാണ് മോഡ്യൂൾ 4. ഓക്കെ, മോഡ്യൂൾ 4ൽ ആർക്കിടെക്ചേഴ്സേ ഉള്ളൂ. ആ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതാണ് ഉള്ളത് കേട്ടോ മോഡ്യൂൾ 4ൽ. അടുത്ത മോഡ്യൂൾ 5ൽ എന്താന്ന് നോക്കാം. മോഡ്യൂൾ 5ന്റെ സിലബസ്. മോഡ്യൂൾ 4 വരെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സേഴ്സിനെ പറ്റി പഠിക്കുന്നത്. മോഡ്യൂൾ 5ലോട്ട് എത്തുമ്പോഴത്തേക്കിന് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സിലോട്ട് കയറും. എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഇന്റഗ്രേറ്റഡ് ചിപ്പിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ചിപ്പിൽ എന്തായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, മെമ്മറിയും ഒക്കെ അതിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കാണും. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ മെമ്മറി ഔട്ട്സൈഡിലായിരിക്കും, മൈക്രോ പ്രോസസ്സറിന്റെ അകത്തായിരിക്കില്ല. മൈക്രോ കൺട്രോളറിൽ അതിന്റെ അകത്തൂടായിരിക്കും മെമ്മറി ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഡിഫറൻസ്. ഓക്കെ, മൈക്രോ കൺട്രോളേഴ്സ് അതിനകത്തുള്ളത് ഒരു ആർക്കിടെക്ചറാണ്. 8051ന്റെ ആർക്കിടെക്ചറാണ് നമുക്ക് മൈക്രോ കൺട്രോളേഴ്സിലെ മോഡ്യൂൾ 5ൽ പഠിക്കാനുള്ളത്. 8051 ആണ്. അതിൻ്റെ രജിസ്റ്റർ ഓർഗനൈസേഷൻ ഉണ്ട്, മെമ്മറി ആൻഡ് IO അഡ്രസ്സിംഗ്, ഇന്ററപ്റ്റ്സ് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്. 8051ന്റെ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. എന്തിൻ്റെ 8051ന്റെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റും അഡ്രസ്സിംഗ് മോഡ്സും ഉണ്ട്. അവിടുത്തെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്തിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ളതിൻ്റെയാ, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അർത്തമെറ്റിക്കിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കലിൻ്റെ, ബൂളിയനിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത്രയാണ് മോഡ്യൂൾ 5ൽ പഠിക്കാനുള്ളത്. ഇതാണ് മോഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം മോഡ്യൂൾ 5ൽ ഒരു മൈക്രോ കൺട്രോളർ ആണ്, 8051 ആണ്. ആ 8051നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നേ ഉള്ളൂ മോഡ്യൂൾ 5ൽ. ഇതും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡ്യൂളാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ആ മോഡ്യൂൾ 2ലെ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഒഴികെ ബാക്കിയൊക്കെ നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പഠിച്ചാൽ എന്തായാലും കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 5ന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പാർട്ട് എയിൽ ഫസ്റ്റ് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോർമാറ്റ് ഓഫ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഇൻ 8051. അപ്പോൾ നമ്മളത് 8051ന്റെ ആർക്കിടെക്ചർ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും, അതിനകത്തുള്ള പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്താണ് എന്നുള്ളത് കിട്ടും. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഇതിനകത്ത് ഒരു അസംബ്ലി, നമ്മൾ മോഡ്യൂൾ 5ൽ ഒരു അസംബ്ലി പ്രോഗ്രാമിംഗ് ഉണ്ട് കേട്ടോ. Write an assembly language program for 8051 to compute x to the power n where both x and n are 8-bit numbers given by user and the result should not be more than 16 bits. അത് ഇച്ചിരി പാടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതിലും ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം നമ്മൾ 8051 അപ്പം അതും കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. അതിന്റെ ബേസിക് കമാൻഡ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്തായാലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് ചോദിച്ചേക്കുന്നത് എന്താ, എക്സ് ഉണ്ട്, എൻ ഉണ്ട്. എക്സും 8-bit ആണ്, എന്നും 8-bit ആണ്. എക്സിന്റെ പവർ ആണ് കാണേണ്ടത്, x raised to n ആണ് കാണേണ്ടത്. അത് 16 ബിറ്റിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, 8 ബിറ്റിൽ വരണം. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാം, മോഡ്യൂൾ 5ലൊക്കെ എത്തുമ്പോൾ നമുക്ക് ചെയ്യാം. പിന്നീടുള്ളത് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051 വിത്ത് എക്സാമ്പിൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, അഡ്രസ്സിംഗ് മോഡ്സ് എഴുതാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഫോർ 8051 ടു പെർഫോം അഡീഷൻ ഓഫ് 2x2 മെട്രിക്സസ്. 2x2 മെട്രിക്സിന്റെ അഡീഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. അവിടെ കൂടുതലും മെട്രിക്സ് വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 പാർട്ടാണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ററപ്റ്റും സ്റ്റാക്ക് സ്ട്രക്ചറും 8051ന്റെ. 8051 പഠിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് ഇന്ററപ്റ്റും അതിന്റെ സ്റ്റാക്ക് സ്ട്രക്ചറും അഡ്രസ്സിംഗ് മോഡും ഇൻസ്ട്രക്ഷൻ സെറ്റും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് മാറിയും തിരിഞ്ഞും ഇത് തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഫോർ 8051 ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് 2x2 മെട്രിക്സ്. 2x2 മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നതിന്റെ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് മോഡ്യൂൾ 5ൽ ചോദിച്ചിട്ടുള്ളത് അബൌട്ട് ദ മൈക്രോ കൺട്രോളേഴ്സ്. 8051നെ കുറിച്ചിട്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പോയേക്കുന്നത് കേട്ടോ, അതാണ് ഉള്ളത്. അപ്പോൾ ഒരു ഓവർവ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ
ഒരു ഓവർവ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് ഫസ്റ്റ് മോഡ്യൂളിൽ 2 ആർക്കിടെക്ചർ 8085 8086 വരുന്നുണ്ട്. സെക്കൻഡ് മോഡ്യൂളിൽ ഈ 8086 അഡ്രസ്സിംഗ് മോഡ്സും ഒക്കെയാണ് 8086 വരുന്നത്. മൂന്നാമത്തതിൽ വരുമ്പോൾ ഇന്ററപ്റ്റിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നാലാമത്തതിൽ വരുമ്പോൾ മൂന്നാമത്തെ മോഡ്യൂളിൽ തന്നെ വേറൊരു ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുന്നത് 8257 എന്നൊക്കെ പറഞ്ഞിട്ട് 8259 ആണെന്ന് തോന്നുന്നു, അത് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 8259 ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാലാമത്തതിൽ വരുമ്പോൾ 3 ആർക്കിടെക്ചർ എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. 8255 8254 8257 എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിക്കുന്നുണ്ട്. അതാണ് നാലാമത്തെ മോഡ്യൂളിൽ. അഞ്ചാമത്തെ മോഡ്യൂളിൽ ഒരു ആർക്കിടെക്ചർ 8051 കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇത്രയാണ് നമ്മൾ MBMCന്റെ സിലബസ്. ഇത്രയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറും ഒരെണ്ണം നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന മോഡ്യൂളിൽ വരുന്നതെന്നുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ പോലും നമുക്കത് എളുപ്പമായിരിക്കും. നമുക്ക് ഇതൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റിലാകുമ്പോൾ നമ്മൾ കുറേ ടോപ്പിക്സ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. നമുക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഒരു 3 മോഡ്യൂൾ പഠിച്ചിട്ട് ബാക്കി 2 മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഏതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഒരു ഐഡിയ തന്നതാണ്. എന്നുവെച്ചാൽ സ്കിപ്പ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. ഇൻ കേസ് സമയമില്ല എങ്കിലുള്ള സമയമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ എന്തായാലും പഠിക്കും, ഇത്രയും എന്തായാലും പഠിക്കും. അത്രയ്ക്ക് വലിയ ടഫാണെന്നുള്ള വിചാരമൊന്നും വേണ്ട. MBMC എന്തായാലും പഠിക്കാൻ പറ്റും. ആർക്കിടെക്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി തന്നെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. സിലബസ് പറഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി ഇതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സിലാണുള്ളത് എന്നൊക്കെയുണ്ട്. അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സർ ആൻഡ് പെരിഫറൽസ്, ഇതൊക്കെ സിലബസിലുള്ളതാട്ടോ. നമ്മുടെ PDF K2 തരുന്നതാ. പിന്നെ മൈക്രോ കൺട്രോളേഴ്സ്, ആർക്കിടെക്ചർ, പ്രോഗ്രാമിംഗ്, ഇന്റർഫേസിംഗ് ആൻഡ് സിസ്റ്റം ഡിസൈൻ, പിയേഴ്സൺ എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. റെഡിഷൻ ഒക്കെ ഉണ്ട്. ബുക്കൊന്നും വായിക്കുന്നത് നടപടിയാവുന്നില്ല. പിന്നെ ബുക്കൊക്കെ നോക്കുന്നത് ചുരുക്കം ചിലർ മാത്രമേ ബുക്കൊക്കെ എടുത്ത് വെച്ച് പഠിക്കുള്ളൂ. ടീംസൊക്കെ ആണ് അങ്ങനെ പഠിക്കാറുള്ളത്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് വേണമെന്നുള്ളവർ പഠിച്ചോ, ബുക്കൊക്കെ എടുത്തിട്ട് പഠിച്ചോ, സീനില്ല. അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കൂട്ട് എന്തായാലും നമുക്ക് നോക്കാം പഠിക്കാൻ. ഓക്കെ, കുഴപ്പമില്ല. കുറെ ഓക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെയാണ് റെഫറൻസ് ബുക്സ്. ഓക്കെ ഓക്കെ അടുത്ത നമ്മൾ പറയുന്നത് എന്താ, ഇത്രയാണ് നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാക്സിമം കുറച്ച് ക്ലാസ്സിനുള്ളിൽ തന്നെ ഇത്രയും തീർക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നോക്കും. എന്ന് വെച്ചിട്ട് ഓടിച്ചിട്ട് പോകത്തൊന്നുമില്ല. നന്നായിട്ട് മനസ്സിലാക്കി എല്ലാ ക്ലാസ്സും എടുക്കുള്ളൂ. എത്ര ക്ലാസ് എങ്ങനെ ഫുൾ പോർഷൻസ് തീർക്കുന്നതിലല്ല കാര്യം, എത്ര പോർഷൻസ് നന്നായിട്ട് എടുക്കുന്നതിലാണ് കാര്യമുള്ളത്. അതുകൊണ്ട് നമുക്ക് എത്ര എണ്ണം നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ അതുകൊണ്ടുള്ള ക്ലാസ് എടുക്കുള്ളൂ. മാക്സിമം ട്രൈ ചെയ്യും നന്നായിട്ട് എടുക്കാൻ, ഇന്ന ഡ്യൂറേഷനിൽ തീർക്കാനും നോക്കും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്യും. ഓരോ മോഡ്യൂൾ തീരുമ്പോഴത്തേക്കിനും നമ്മൾ റെഫർ ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ ഏറ്റവും ലാസ്റ്റിലൊരു മാരത്തോൺ, ഈ 5 മോഡ്യൂളും കൂടി ഒരുമിച്ച് പോകുന്ന ഒരു മാരത്തോണും കൂടി കണ്ടക്ട് ചെയ്യും. എല്ലാ മോഡ്യൂൾസും കൂടി നമ്മൾ ഓടിച്ചിട്ട് നോക്കും. അതിനകത്തുനിന്ന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ നോക്കും. അത് ലാസ്റ്റിൽ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് നമ്മുടെ BTech ട്യൂട്ടറിൽ ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സസിന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. ലിമിറ്റഡ് ഓഫറാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് 2 എണ്ണം ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രീമിയം ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓഫർ ഒരു 973 ആണ്, 973 ആണ്. അതിൽ നമുക്ക് 4 കോർ സബ്ജക്ട്സ് വരുന്നുണ്ട്. PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ്, അതൊക്കെ നമുക്ക് ആ ഒരു ഓഫറിൽ കിട്ടുന്നതാണ്. അതിൽ ലാബ് ക്ലാസ്സസ് ഇല്ല, എലക്റ്റീവും സബ്ജക്ട്സ് ഒന്നും എടുക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ പ്രീമിയത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡിൽ കോർ സബ്ജക്ട്സ് നമ്മൾ 4 എണ്ണം പഠിപ്പിക്കും. PDFs ഉണ്ടെങ്കിൽ നോട്ട്സ് ഒക്കെ തരും. ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്യുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രീമിയം ഉണ്ട്. പ്രീമിയം 1479 ആണ്, 1479. അതിൽ 4 കോർ സബ്ജക്ട്സ് ഉണ്ട്. PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസ് അബൌട്ട് ദിസ് സബ്ജക്ട് വി വിൽ കണ്ടക്ട്. സബ്ജക്റ്റ് അല്ല, ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്.
ലാബ് ക്ലാസ്സസ് പ്രൊവൈഡഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ എലക്ടീവ്സും ഇൻഡസ്ട്രിയൽ സബ്ജക്ട്സും നമ്മൾ എടുക്കുന്നുണ്ട്. അതാണ് ആ ഒരു പ്രീമിയത്തിൻ്റെ. അപ്പം ലിമിറ്റഡ് ഓഫർ ആണ്, എന്തായാലും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, ലിമിറ്റഡ് ഓഫറാണ്. ഇതാണ് നമ്മുടെ, ഇത്രയാണ് എനിക്ക് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് പർച്ചേസിങ് ആണ്, അത് വേറെ, ഇത് വേറെ. പക്ഷെ ഇത് നോക്കണം കേട്ടോ, വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കണം. വാങ്ങിച്ചാൽ പ്രീമിയം ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, നല്ലതായിരിക്കും. പിന്നുള്ളതാണ് നമ്മുടെ, ഇതാണ് ബേസിക്, ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ സിലബസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത്ര പറയാനുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ഫസ്റ്റ് മോഡ്യൂൾ തുടങ്ങുന്നത് വിത്ത് 8085 മൈക്രോ പ്രോസസ്സറിലാണ്. ഓക്കെ, താങ്ക് യു.